ഈ ആന ഏതാണെന്നറിയും. അതായത് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ആൾക്കാരെ വിറപ്പിച്ചുകൊണ്ടിരുന്ന PT7 എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ. ഒരുപാട് പേരെ കൊന്നിട്ടൊക്കെ ഉണ്ട്. എൻ്റെ വീട് തന്നെ ഒരു 2-3 വർഷം മുമ്പ് വീടൊക്കെ അടിച്ച് പൊളിച്ച ഒരു ആനയാണ്. ഇപ്പോൾ അതിനെ ട്രെയിനിങ് ചെയ്ത് കുമുക്കിയാക്കി കൊണ്ടുവന്നിരുന്നത് PT7. അപ്പുറത്തുള്ളത് കോട്ടൂർ അഗസ്ത്യനാണ് കേട്ടോ. അതേ മക്കളെ, ഇന്ന് ധോണി എന്നറിയപ്പെടുന്ന PT7 ഇവൻ ഒരു കാലത്ത് ഈ നാടിനെ മൊത്തം വിറപ്പിച്ചിട്ടുള്ള ഒരു കാട്ടാനയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ നാട്ടുകാരെ തന്നെ ഇവൻ കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇവനെ പിടിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്ന് അവസാനം ഇവനെ പിടിച്ച് മെരുക്കി ഇപ്പോൾ ഒരു കുംക്കി ആനയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ ചുള്ളിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ഒരു കൊമ്പനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഭീഷണിയായിരിക്കുന്ന ഒരു ആന. അവനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കോട്ടൂർ അഗസ്ത്യനും ഇപ്പോൾ നമ്മുടെ PT7 കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. PT7 കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ വീട്ടുകാർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടും ഇവൻ ആക്രമിച്ചിട്ടുണ്ട്. അന്ന് ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇവൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ അയൽവാസികളെ ഇവൻ ക്രൂരമായി കൊന്നപ്പോഴും ഇവൻ ഞങ്ങൾക്ക് വലിയൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. എന്നാൽ ഇവനെ പിടികൂടിയ ശേഷം വേറെ ആനകളുണ്ടെങ്കിലും കൊലയാളിയായ ഇവനെ പിടികൂടിയ സമാധാനത്തിലായിരുന്നു ഞങ്ങൾ നാട്ടുകാർ. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം വെല്ലുവിളിയായിട്ട് ഇപ്പോൾ ചുള്ളിക്കൊമ്പൻ എന്ന് പറയുന്ന കൊമ്പൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അലനെയും ഞങ്ങളുടെ നാട്ടുകാരൻ കുമാരേട്ടനെയും ആന ഇപ്പോൾ കൊന്നിരിക്കുകയാണ്. അപ്പോൾ അവനെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ PT7 കോട്ടൂർ അഗസ്ത്യനും വന്നിരിക്കുന്നത്. പാലക്കാട്, മുണ്ടൂർ, ഞാറക്കോട്, പുളിയമ്പുള്ളി, ധോണി ഭാഗങ്ങളിലൊക്കെയാണ് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. അപ്പോൾ PT7 ചുരുളിക്കൊമ്പനും ഞങ്ങളുടെ നാടും ആനക്കഥകളും ഒക്കെ അറിയണം എന്നുള്ളവർ ഫോളോ ചെയ്ത് കൂടെ കൂടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ കമൻറ്റ് വരികയാണെങ്കിൽ എൻ്റെ നാടിൻ്റെ ആനക്കഥകൾ ഞാനിപ്പോഴും എൻ്റെ വ്ളോഗിൽ ചേർക്കുന്നതായിരിക്കും.